യൂഷ്വലി നമ്മളൊരു ബിൽഡർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി പ്രായമുള്ള ഒരാള്, സീസൺഡ് ആയിട്ടുള്ള കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്നുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടൻ വളരെ യങ് ആയിട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? ഞാൻ ചെയ്ത പ്രൊജക്ട്സ് അത് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു കഴിവല്ല, ദൈവാനുഗ്രഹം. സത്യം പറഞ്ഞാൽ തന്നെയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല പ്രൊജക്ട്സ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടിയും ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ക്ലയൻസിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ? ലൈക്ക് ഇത്രയും യങ് ഒരു ആളാവുമ്പോ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സ്കെയിലിൽ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ ഭയങ്കര ക്ഷീണിച്ചൊരു ആളായിരുന്നു കോളേജ് ഞാനൊരു കോളേജ് പാസ് ഔട്ട് ചെയ്ത് നേരെ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അധികം ഭയങ്കര ലീനായിരുന്നു ഞാൻ. അത് കണ്ടോ മിക്കവാറും. അന്ന് തടി വെക്കാനൊക്കെ കുറെ കഷ്ടപ്പെട്ട് തടി വെപ്പിച്ച് ലുക്ക് വൈസ് നമുക്കൊരു കുറച്ച്. അത് മാത്രല്ല, പിന്നെ ഞാൻ പറഞ്ഞു ദൈവനെ കൊണ്ട് അന്നത്തെ സമയത്ത് ആ ഒരു ഇനീഷ്യൽ നല്ല പ്രൊജക്ട്സ് എനിക്ക് ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റി. അത് സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അങ്ങനത്തെ ഒരു സ്ട്രിംഗ് ഓഫ് പ്രോജക്ട്സ് അങ്ങനെ കുറെ പിന്നെ സിസ്റ്റേഴ്സിന്റെ അച്ഛന്മാരുടെ കോൺഗ്രീഷൻ പ്രൊജക്ട്സ് എനിക്ക് കുറെ കൂടുതലും അങ്ങനത്തെ ചെയ്തിട്ടില്ല. അല്ല, അത് ശരിക്കും ആൾക്കാർക്ക് നോക്കുമ്പോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അങ്ങനെയല്ല, ഞാൻ ഒരു 20-25% മാത്രമാണ് ഈ കോൺക്രീഷൻ പ്രോജക്ട്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഈ നോർമൽ കമേഴ്ഷ്യൽസ്, കോർപ്പറേറ്റ് ഓഫീസസ്, ഷോറൂംസ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.